കഴിഞ്ഞ ദിവസം ഞാനും മോനുകുട്ടനും കൂടെ കൊച്ചോളുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് തോരൻ വയ്ക്കാൻ മാമി ഇത് പിച്ചിക്കൊണ്ട് വന്നു. ഇത് ഞാൻ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് കണ്ടപ്പം ചുമ്മാ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, സ്റ്റാറ്റസൊക്കെ ഇട്ട്. അപ്പോൾ ആരൊക്കെ എന്നോട് ചോദിച്ചത് എന്തുവാന്ന്. എനിക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ മാമി പറഞ്ഞു ഇതിൻ്റെ പേര് ചുണ്ടയ്ക്കാന്ന്. ഇത് ചക്കക്കുരുവിൻ്റെ കൂടെ ഇട്ട് തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നേ. അത് കൊണ്ടുപോയി തല്ലി ചതച്ച് അതിനകത്തെ കുറേ അരിമണി പോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. ചക്കക്കുരുവും ചേർത്ത് തോരൻ വെച്ചു. എന്നിട്ട് എനിക്ക് ഉച്ചക്കലത്തേക്കുള്ള പൊതി കെട്ടി തന്നു വിട്ടതാട്ടോ. തോരനും ചമ്മന്തിയും പിന്നെ കുറേയേറെ കഷ്ടപ്പെട്ട് നുള്ളിപ്പറിച്ച നമ്മുടെ ചീമപ്പുളിയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് മാമി എടുപിടിയെന്നത് അങ്ങോട്ട് അച്ചാറിട്ടായിരുന്നു. അതും ഒരു കോണിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് ഒരു മുട്ടയും വറുത്ത് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അതും അവിടെ ഇരിപ്പുണ്ട്. ഇത് അപാര രുചിയായിരുന്നു ഈ തോരൻ കഴിക്കാൻ. ചക്കക്കുരു അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കരുതെന്ന്. ഇത്രയും വയസ്സായി ചുണ്ടയ്ക്ക എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ചുമ്മാ പോയൊന്ന് ഞോണ്ടിയിട്ട് തിരിച്ച് കുമ്മനിടി മേടിച്ച് കരയുമ്പോഴൊക്കെ പലരും ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ചുണ്ടയ്ക്ക കണ്ടിട്ടില്ലാത്തവരൊക്കെ ഇന്ന് കണ്ണിറയെ കണ്ടോ, ഇതാണ് സാധനം.